പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചൊവ്വാഴ്ച മെയ് മാസം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളുടെ ഇന്നത്തെ ജീവിതം, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കയ്യൊപ്പുകൾ, എഴുത്തുകൾ, കമ്മ്യൂണിക്കേഷൻസ്, സന്ദേശങ്ങൾ പരിശുദ്ധയുടെ മാധ്യസ്ഥത ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ അറിയിക്കുന്ന അളിച്ച കർത്താവിൻ്റെ വഴി നടത്തലുകളെ അങ്ങയുടെ മക്കൾക്ക് അനുഭവവേദ്യമാക്കി ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയണമേ. ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയണമേ. നിർണായകമായ ജീവിതത്തിന് ആവശ്യമായ നിർണയമായ തീരുമാനം എടുക്കുമ്പോഴേ അതിൻ്റെ 3-ാം ആളായി പരിശുദ്ധാത്മാവോടെ ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവത്തിന് അഹിതമായ ചിന്തകൾ, ദൈവത്തിന് അഹിതമായ യാത്രകൾ, ദൈവത്തിന് അഹിതമായ സംരംഭങ്ങൾ ഒന്നും ചെയ്യാതിരിക്കാൻ അങ്ങയുടെ മക്കളെ പിതൃത്വത്തിൻ്റെ സംരക്ഷണവും അഭിഷേകവും നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഫോൺ കോളുകളെ, കമ്മ്യൂണിക്കേഷൻസ്, അതിലൂടെ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവാദവും കർത്താവിൻ്റെ സ്വർഗീയമായ മുദ്രകളും ലഭിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഇന്ന് ഫിക്സ് ചെയ്യുന്ന ഡേറ്റുകൾ, നീ പോകുന്ന സ്ഥാപനങ്ങൾ, കർത്താവ് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഒന്നും പിഴവ് പറ്റാതിരിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ലഭിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവ് നിൻ്റെ ജീവിത മാർഗങ്ങളെ ആശീർവദിക്കട്ടെ.
അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇല്ലായ്മകളെ കർത്താവിന് തിരുസന്നിധി സമർപ്പിച്ച് അവർക്ക് വേണ്ടി മധ്യസ്ഥയായ പരിശുദ്ധമ്മ ദൈവമാതാവ് നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലെ മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, ജോലി ഇല്ലാത്തവർ, എല്ലാ ഇല്ലായ്മകളും അമ്മയുടെ മാധ്യസ്ഥതയിലെ കൃപാസന ആൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ രാത്രി നീ തിരിച്ചു വരുന്നത് വരെ കർത്താവിൻ്റെ കരുണ നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സൗഖ്യവും വിടുതലും അനുഭവിക്കാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് വായിക്കാൻ പോകുന്നത് 1 Corinthians 11:26 നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അഭിഷേകം കിട്ടിയ വചനങ്ങളിൽ ഒന്നാണിത്. പരിശുദ്ധാത്മാവ് എപ്പോഴും എന്നോട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യം എന്നറിയാമോ? അതായത് നമ്മുടെ ജീവിതം എന്തിനുള്ളതാണ്? കർത്താവിൻ്റെ മരണത്തെ എന്തിനുള്ളതാണത്? നമ്മുടെ ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാനുള്ളതാണ്. ഒരു വിഷയം ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യത്തിന് നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ആൾക്കാരെല്ലാം ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്താണ്? അവരവരുടെ ഇഷ്ടം നടത്താൻ വേണ്ടിയല്ലേ. നമ്മളെപ്പോൾ എങ്ങനെ ബുദ്ധിയും ബോധവും തന്ത്രവും കുതന്ത്രവും നിയമവിരുദ്ധമായ വിഷയങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെ എല്ലാം പിന്നിലുള്ളതെല്ലാം ലോകത്ത് തിന്മകൾ വരുന്നതിൻ്റെ വഴിയെന്ന് പറയണത്, അതിൻ്റെ സോഴ്സ് ഓഫ് ഈവിൾ എന്ന് പറയുന്നത് എന്താണ്? അവരവരുടെ ഇഷ്ടം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ അവരവരുടെ ഇഷ്ടം നിറവേറ്റാൻ നോക്കുമ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഭൗതികമായ നേട്ടമുണ്ടാകും, ആത്മീയമായ കോട്ടമുണ്ടാകും. പിന്നെ എന്താണ്? ഭൗതികമായ നേട്ടത്തിന് നമ്മൾക്ക് വിശുദ്ധീകരണം നൽകാൻ പറ്റത്തില്ല, നമ്മൾ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അത് ദൈവ കണ്ടൻറ്റുകൾക്ക് മാത്രമേ. ഇപ്പോൾ ഡിറ്റർജൻറ്റ്, എല്ലാ കെമിക്കലും നമ്മുടെ ഉടുപ്പിൻ്റെ കറ കളയുക, പുതിയ കറ ഉണ്ടാക്കുകയേ ഉള്ളൂ അല്ലേ? അത് എല്ലാ ഉൽപ്പന്നങ്ങളും കെമിക്കൽ. പക്ഷേ ചില ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ കറ പോകും. അതുപോലെ ദൈവത്തിൻ്റെ ദൈവാംശം ഉള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ അതിനകത്ത് ദൈവഗണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കുന്നത് എന്താണ്? ദൈവഹിതമാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവഹിതം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഹിതത്തിന് എതിരായിരിക്കും. അതിനാണ് ഈ വെച്ച് വെട്ടിക്കളയുമ്പോൾ ക്രോസ് ഉണ്ടാകത്തില്ലേ. പണ്ട് ഞങ്ങളെ ഒരു കണിച്ചായ വെച്ച് പഠിപ്പിക്കുമായിരുന്നു. പുള്ളിയുടെ മെയിൻ സബ്ജക്റ്റ് ഇതായിരുന്നു. ക്രോസ് എന്ന് പറയണത് ഇങ്ങനെ എന്ന് പറയുന്ന സംഭവത്തിന് വിലങ്ങനെ വെച്ച് വെട്ടിക്കളയുമ്പോഴാണ് ക്രോസ്. അത് കേട്ടിരിക്കാൻ സുഖമാണെങ്കിൽ ഫിഗറേറ്റീവ് ആണെങ്കിലും പ്രയോഗം വരുമ്പോൾ എല്ലാവരും പകച്ചു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ക്രോസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ ക്രോസ് എന്താണ്? ആ വുഡൻ ക്രോസ് അല്ല, മറിച്ച് എന്താണ്? എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതമാണെന്ന് ഈശോ പറയുന്നില്ലേ? ആ ദൈവത്തിൻ്റെ ഹിതം ആണ് ദൈവഹിതമായിട്ട് വരുന്നത്. ദൈവഹിതമാണ് ദൈവക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഡിറ്റർജൻറ്റ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞ വാക്ക് നോക്കി, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം. ലുക്ക 22:42. പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. മനസ്സിലായ? അപ്പം അവിടുത്തെ ഹിതമാണ് ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ അന്നു വേണ്ട ആഹാരം. അപ്പോൾ ഒരു ദിവസം ഒരു കാര്യമെങ്കിലും നമ്മുടെ ഇഷ്ടമല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമല്ലാതെ വരുന്ന കാര്യങ്ങൾ ദൈവനാമത്തെ സ്വീകരിക്കുമ്പോഴാണ് അത് ദൈവ ഇഷ്ടമായി മാറണത്. മനസ്സിലായില്ലേ? നമ്മുടെ ഇഷ്ടമല്ലാതെ ഒത്തിരി കാര്യങ്ങൾ വരില്ല നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മൾ ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്ത് ത്രൂ
കർത്താവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുമ്പോഴാണ് നമ്മൾ ഇതാകണത്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാകണത്. ഈ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടല്ലേ എൻ്റെ പിതാവിനാൽ, അപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്നൊക്കെ പറയത്തില്ല. യോഹന്നാൻ 4:34 യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ഇഷ്ടം നിറവേറ്റുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. ഈ ഭക്ഷണമാണ് ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത്. അതാണ് നമ്മളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത്. അതുപോലെ ജീവിത വിളികളിൽ, ജീവിതവേദിയിൽ നമ്മുടെ അല്ലാത്ത ഇഷ്ടം സംഭവിക്കുമ്പോൾ, നമുക്ക് അനിഷ്ടമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് ദൈവ ഇഷ്ടമായിട്ട് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ഉപയോഗിച്ച് ബലം പ്രാപിക്കും. ആ ഉടമ്പടിയുടെ ഒരു മർമ്മം എന്ന് പറഞ്ഞതാണ് എന്താണ്? അവൻ പറയുന്നത് പോലെ പറഞ്ഞേ ചെയ്യുവിൻ. ഇത് പുതിയ തലമുറയ്ക്ക് എന്നാ പറ്റി? പണ്ടൊക്കെ ആൾക്കാർ എന്തൊരു ഇടിമുഴക്കം പോലെ ആയിരിക്കും പറയണത്. ഞാൻ ചോദിക്കുന്നതൊക്കെ മറുപടി പറയായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർ ഞാൻ ചോദിക്കുന്ന ഉടമ്പടിയെക്കുറിച്ചുള്ള സാക്ഷരത നിങ്ങൾക്ക് കുറവാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്ന്, പഴയ അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേൾക്കണം. കാര്യം ഉടമ്പടിയുടെ ബേസിക് റെവലേഷൻസ് എല്ലാം പഴയ ധ്യാനത്തിലാണ് കിടക്കുന്നത്. ഇതിപ്പോഴുള്ള എല്ലാം അപ്ഡേഷൻസ് അല്ലേ? ബേസിക് കഴിഞ്ഞിട്ട് പിന്നീടുള്ള അപ്ഡേഷൻസാണ് ഇപ്പോൾ വരണത്. ഇപ്പോഴുള്ള അപ്ഡേഷൻസിൻ്റെ ഗുണമെന്ന് പറയുന്നത് മേജർ പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാൻ ഇപ്പോഴത്തെ പ്രിൻസിപ്പിൾസാണ് നല്ലത്. പക്ഷേ ബേസിക് പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യുന്നതിന് പഴയത് കേൾക്കണം, പഴയ ഉടമ്പടി കേൾക്കണം. അതിനകത്ത് ഓരോ വിഷയങ്ങളെക്കുറിച്ചും അത് വെളിപാടിൻ്റെ ആദ്യകാലമായത് കാരണം ഭയങ്കര പവർഫുള്ളായിരുന്നു ആ കാലങ്ങളിൽ. ഇന്ന് ആൾക്കാർ അതെല്ലാം അനുഷ്ഠിച്ച് അനുഭവം പ്രാപിച്ചെല്ലാം ആവശ്യജരെ സാക്ഷ്യം പറയുന്നൊരു കാലമാണ്. അപ്പം നിങ്ങൾ പഴയതും പുതിയതും കേൾക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ അത് കാര്യം എപ്പോഴും പുതിയൊരു കാര്യം ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം. നമുക്ക് ഇപ്പം അവൻ പറയണ പോലെ ചെയ്യുകയാണ് ഉടമ്പടി അല്ലേ? നമുക്ക് 3 തരത്തിൽ ചെയ്യാമെന്നാണ് രാവിലെ അമ്മ പറഞ്ഞത്. ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു പ്രശ്നം, ഇന്നലെ രാത്രി വരെ എൻ്റെ അലച്ചിലാണ്. അടുത്ത പ്രാവശ്യം എന്തായിരിക്കും അമ്മ പറയണത്? ഞാനെപ്പോഴും ജപമാല ചൊല്ലുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഉടമ്പടി ധ്യാനത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്, പ്രാർത്ഥിക്കണതും ആലോചിക്കണതും. കുർബാന അർപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഉടമ്പടി ധ്യാനം ഉണ്ടാവും. കുർബാന അർപ്പിക്കുമ്പോഴും അവിടെ അച്ഛന്മാർ കുർബാന ചൊല്ലിക്കണമെങ്കിൽ ഞാൻ കുർബാന കൂടുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോൾ ക്രിസ്തുവിലൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ കുർബാനയുടെ ഏറ്റവും ബെസ്റ്റ് ടൈമിലൊന്നാണ് ദൈവമേ ക്രിസ്തുവിൽ തന്നെ അങ്ങേക്ക് എന്ന് പറഞ്ഞ് കുർബാന പിതാവായ ദൈവത്തെ അർപ്പിക്കുന്ന സമയത്ത് അപ്പായെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് സഭ പറയണത്. അപ്പായെ വിളിച്ച് സഭ പ്രാർത്ഥിക്കണം അപ്പോഴാണ്. അതിനുശേഷമാണ് പിന്നീട് സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് സഭ പ്രാർത്ഥിക്കണം. മനോഹരമായൊരു സമയമാണത്, ഒരു വല്ലാത്ത സമയം. അപ്പോൾ അപ്പായുടെയൊക്കെ ക്രിസ്തുവിനെ സഭയ്ക്ക് കാഴ്ചവെക്കാനുള്ള ഏറ്റവും വലിയ കാഴ്ച, അതിനേക്കാൾ വലിയൊരു കാഴ്ച ഇനി ഒരു കാലത്തും സഭയ്ക്ക് അപ്പായ്ക്ക് കൊടുക്കാനുണ്ടാകത്തില്ല. എന്താണ്? അപ്പത്തിൻ്റെ വീഞ്ഞിൻ്റെ രൂപത്തിൽ സാന്നിധ്യം നൽകുന്ന ക്രിസ്തുവിനെ തന്നെ താങ്ക്സ് ഗിവിംഗ് ആയിട്ട്, യുക്രിസ്റ്റായിട്ട്, നന്ദിയായിട്ട്, സ്വത്രബലിയായിട്ട് അപ്പായ്ക്ക് സമർപ്പിക്കാം. അയ്യോ, അതിനുശേഷമാണ് സഭ അപ്പായുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കുർബാനയുടെ അംശങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ എപ്പോഴും കുർബാനയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്ക് മനോഹരം തന്നെയല്ല, അത്രയ്ക്ക് ഈടുള്ള അഭിഷേകം. എല്ലാ പ്രാർത്ഥനയ്ക്കും അഭിഷേകം ഉണ്ടെങ്കിലും കുർബാനയുടെ അഭിഷേകം എന്ന് പറയുന്നത് നമുക്ക് ദൈവം ഇനി ഒരിക്കലും കുർബാനയ്ക്ക് പകരം വേറെ ഒന്നും ചെയ്യത്തില്ല. അത്രയ്ക്ക് എല്ലാ മേഖലകളിലും അത് അഭിഷേകമാണ്. അതിൻ്റെ അന്തസത്ത പണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ലത്തിയിലായിരുന്നു കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ ലത്തീം കുർബാന അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം വത്തിക്കാൻ സുനദോസ് കൂടി പിതാക്കന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ജനങ്ങൾക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കാൻ പറഞ്ഞു. അത് മലയാളത്തിൽ ചെല്ലാൻ പറഞ്ഞ്. അപ്പോഴാണ് ഇടിമുഴക്കം ഉണ്ടായത്. മലയാളത്തിൽ ചെല്ലിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്താണ് നടക്കുന്നത് അൽത്താറയിൽ, എന്താണ് അവർ പാടുന്നത്. കർത്താവെ കനിയണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ കർത്താവിൻ്റെ കനിവിങ്ങനെ നിറവായി വരും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന വരുന്ന ഒരു സ്രോതസ്സുണ്ട്. അതായത് ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു പട്ടണത്തെ ശത്രുക്കൾ വളഞ്ഞ് അതിനെ ആക്രമിച്ച് അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ ആ പട്ടണത്തിൻ്റെ രാജാവ് പടയാളികളുടെ കൂടെ ഇവരെ എതിർക്കാൻ വേണ്ടി പോകും. അവരെ പുറകെ നടന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ രാജ്യം കൊള്ളയടിച്ച് അവിടുന്ന് രത്നങ്ങളും സ്വർണങ്ങളുമായിട്ട് രാജാവ് തിരിച്ചു വരുന്ന ഒരു റോമൻ ഒരു ചരിത്രത്തിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ജനങ്ങൾ പറയും എന്താണ്, രാജാവ് സ്വർണവും രത്നവുമായിട്ട്
നമ്മളെ കൊല്ലാമെന്ന ശത്രുക്കളെ നമ്മൾ കീഴടക്കി കഴിഞ്ഞിട്ട് അവരുടെ പണ്ടം നമ്മൾ കൊള്ളയടിച്ച് കഴിഞ്ഞിട്ട് ആ കൊള്ള വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുന്ന ഒരു ഓരവുണ്ട്. അതാണ് അത് യഹൂദൻ്റെ ജീവിതത്തിൽ അതുണ്ട്. യഹൂദൻ പറയും കൊള്ള വസ്തുക്കൾ പങ്കിടുന്നവരെ പോലും ഞങ്ങൾ ആഹ്ലാദിച്ചെന്ന്. അപ്പോൾ നമ്മളോർക്കും കൊള്ള വസ്തുക്കൾ കാണുമ്പോൾ കണ്ടവൻ്റെ മുതൽ കൈയേറിയതിന് ആഹ്ലാദം ഉണ്ടാവുക. യഹൂദിന് ആഹ്ലാദം ഉണ്ടാവും. കാര്യം എന്താണ്? അവൻ്റെ പാർപ്പിടം കൈയേറാൻ വന്നവനെയാണ് രാജാവ് പോയി ആക്രമിച്ചിട്ട് അവൻ്റെ കൊള്ള വസ്തുക്കൾ പങ്കിട്ടുകൊണ്ട് വന്നിരിക്കുകയും ഇവൻ മരിക്കുന്നതിന് പകരം ഇവൻ ജീവിക്കുകയും ഇവനെ വർദ്ധമാനമാക്കുകയും ചെയ്യും. അത് കുർബാനയിൽ രാജാവ് ക്രിസ്തുവാണ്. സാത്താൻ നമ്മുടെ ആത്മാവിനെ തകർക്കാൻ വേണ്ടി വന്നു. അതിന് ക്രിസ്തു അവനോട് പടപൊരുതി അവൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് ക്രിസ്തു നമുക്ക് പകരം വില കൊടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ വില കൊടുപ്പിലും ആ ത്യാഗോജ്വലമായ ബലിയർപ്പണത്തിലും അപ്പം പ്രസാദിച്ചുകൊണ്ട് അപ്പം ക്രിസ്തുവിനെ പ്രസാദിച്ചുകൊണ്ട് കൃപ നൽകുമ്പോൾ ആ കൃപയുമായി രാജാവ് എഴുന്നള്ളി വരികയാണ് കുർബാനയിലേക്ക്. അപ്പോൾ പറയും കർത്താവെ കനിയണമേ എന്ന് പറയും, ക്രിസ്തുവെ കനിയണമേ എന്ന് പറയും. എന്താ കാര്യം? നീ ഞങ്ങളുടെ ശത്രുക്കളെ തകർത്തെടുത്ത് നേടിയിട്ടുള്ള കൃപയുടെ രത്നങ്ങളെ ഞങ്ങളുടെ കയ്യിൽ വിട്ടുതരണേ. പണ്ട് രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവർ തിരിച്ചു വരും, കൊള്ളയടിച്ച വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുമ്പോൾ ജനങ്ങളിങ്ങനെ തുണികൾ വിരിച്ചുകൊണ്ട് ആ രാജാവിനെ എതിരേറ്റുകൊണ്ട് കർത്താവ് കനിയണമെന്ന് പറയുമ്പോൾ രാജാവ് രത്നങ്ങൾ വാരിനെ ജനങ്ങളിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കും. എന്തൊരു ആഹ്ലാദത്തോടും ആരവത്തോടു കൂടിയാണ് അവരത് പറയണത്. അത് ഭയങ്കരമായ ഒരു ചരിത്രപരമായ വികാരോജ്വലമായ നിമിഷങ്ങളാണ് സഭ കുർബാനയിലേക്ക് എടുത്തിരിക്കുന്നത്. അത് മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ. അത് കുർബാനയുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ ചിന്തിച്ചാലോചിച്ച് പ്രാർത്ഥിച്ചാൽ ത്രില്ലടിക്കും നമുക്ക്. അപ്പോൾ കുർബാന ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതുപോലെ എല്ലാ ലിറ്റർജിക്കലായിട്ടുള്ള ആരാധനാക്രമ സംബന്ധമായ എല്ലാ വിഷയങ്ങളോടും നമുക്ക് സാങ്കേതിക ജ്ഞാനമല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ബയോളജിക്കൽ റിലേഷനാണ്. ജൈവജ്ഞാനം വേണം. അതിൻ്റെ ഓരോ വിഷയങ്ങൾക്കും അതിൻ്റെ ജൈവപരതയുണ്ട്. അത് സ്പന്ദിക്കുന്നുണ്ട്. വികാരജലമാണ് അതിൻ്റെ എല്ലാം. കുർബാനയൊക്കെ കർത്താവ് പാപത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവം കണ്ട നീതിയുടെ ഏറ്റവും വലിയ കാഴ്ചയാണ്. തന്നെ മുറിച്ച് കൊടുക്കേണ്ടി വന്നാൽ ആ അറ്റം വരെ പോയിക്കൊണ്ട് അത് ചെയ്തുകൊണ്ട് നിന്നെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് കുർബാന. എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ശക്തമായി ശ്രദ്ധിക്കട്ടെ, ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ സ്നേഹം എല്ലാവർക്കും മുഴുകട്ടെ. ശ്രദ്ധിക്കട്ടെ. എന്തോ ഒരു ഹൃദയമാണെന്ന് വയ്ക്കേ. പിരിയാതെ പ്രിയൽ വസിക്കാൻ ഈശോ സ്നേഹത്തിന് കുദാശയായി. കുദാശ തന്നെ രൂപപ്പെട്ടതിൻ്റെ ഉദ്ദേശം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ അഗമ്യമായ സ്നേഹത്തിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കുർബാന കൂടണമെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഐക്യപ്പെടുകയാണ് ചെയ്യണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. ഈശോയെ കുർബാന അഭിഷേകം നൽകണമേ. കുർബാന പോലും ശരിക്കും പരിശുദ്ധ കുർബാന പോലും എന്താണ്? കവനൻ്റാണ്, ഉടമ്പടിയാണ്. ഉടമ്പടി ഒരു പെർഫെക്റ്റ് ആൻഡ് പവർഫുൾ ഫോർമുലയാണ്. നിങ്ങളത് എങ്ങനെ അനുഷ്ഠിക്കുന്നു എന്ന് കാണാം. ഇപ്പോൾ കുർബാന തന്നെ എത്രയോ പേര് അനുഷ്ഠിക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളല്ലേ. അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്. നിങ്ങളുടെ അറിവിന് ആനുപാതികമായിരിക്കും നിങ്ങളുടെ അനുഭവം. അറിവിന് ആനുപാതികമായിരിക്കും. ഉടമ്പടിയും അങ്ങനെ തന്നെയാണ്. ഉടമ്പടിയിൽ നിങ്ങൾക്ക് എന്ത് അറിവുണ്ട് അതനുസരിച്ച് അത് കണക്കാകത്തുള്ളൂ. ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല, നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടുന്നില്ല. 2 കൊല്ലമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാത്ത ആൾക്കാരൊക്കെ അച്ഛനെ കാണാൻ വേണ്ടി ചീട്ടും കൊണ്ട് വരും. ഇന്നലെ ഒരു ചേട്ടൻ വന്നിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് തൻ്റെ ഉടമ്പടി അല്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഭാര്യയുടേതാണ്. പിന്നെ ആ സംഭവം അയാളുടെ മുഖത്തിൽ നോക്കുമ്പോൾ അറിയാം അയാൾക്ക് ഉടമ്പടിയായിട്ട് ബന്ധമില്ലെന്ന്. ഒന്നും ചെയ്തില്ല. കാര്യം ഞാൻ അവിടെ കുടുംബമല്ലേ ഉടമ്പടി എടുത്ത്, ഭാര്യയല്ലേ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഭർത്താവിന് അവകാശമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അവകാശം പോരാ. അതൊരു സാങ്കേതികമായ അവകാശമാണ്. നിങ്ങൾക്കൊരു ബയോളജിക്കൽ റിലേഷൻ വേണം ഉടമ്പടിയുമായിട്ട്. ഇപ്പോൾ ത്രേസിക്കുട്ടി എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ് അവിടെ വീട്ടിൽ എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ത്രേസിക്കുട്ടിയുടെ വിഷയം കുറച്ചുകൂടി സീരിയസ് ആയത് കാരണം അവർക്ക് എല്ലാവർക്കും തന്നെ ഉടമ്പടി എടുക്കാനുള്ള അഭിഷേകം കിട്ടിയ കാരണം എല്ലാവരും ഉടമ്പടി എടുത്തു. ഭർത്താവിന് ഉടമ്പടി എടുത്തില്ലെങ്കിൽ വൈഫ് ചോദിക്കണം, എടോ താൻ എന്താണ് കർത്താവിനോട് പറഞ്ഞത്, അമ്മയോട് മധ്യസ്ഥ നിർത്തിക്കൊണ്ട് താൻ എന്തൊക്കെയാണ് ഏറ്റത് എന്ന് ചോദിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് ആ അറിവിന് ആനുപാതികമായിട്ടാണ് എല്ലാവരും ജീവിക്കണമെങ്കിൽ ഒറ്റ ഉടമ്പടിക്ക് എല്ലാവരും ഉടമ്പടി എടുത്ത പോലെയാകും.
അതാണ് ഏറ്റവും മാതൃകാപരമായ സംഭവം. ഞാൻ പറഞ്ഞു ഒരു വീട്ടിൽ ഒരു കാശ് രൂപ മതി ശരിക്കും പറഞ്ഞാൽ. പിന്നെ ബാക്കിയുടെ അച്ഛൻ കാണാൻ വരുമ്പോൾ കാശ് രൂപ വേറെ കൊടുക്കുന്നുണ്ട്, ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് കാണാൻ വരുമ്പോൾ, ഇല്ലേ? ഇപ്പം അത് രണ്ട് കാശ് രൂപ നമുക്ക് കിട്ടണത്. നിങ്ങൾ അതായത് ഇവിടെ വെഞ്ചരിച്ച് വെച്ചിരിക്കണ, ഇവിടെ അകത്ത് നമ്മുടെ സ്റ്റോളിൽ കിടക്കണ എല്ലാം വെഞ്ചരിച്ച് വെച്ചതാണ്. ഉടമ്പടിയിൽ അച്ഛൻ ആൾക്കാരെ വരുമ്പോൾ ഞാൻ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് സ്പെഷ്യലായിട്ട് അത് ബ്ലെസ് ചെയ്യും. ഉടമ്പടി കാശ് രൂപ എന്ന് പറയുന്നത് സർവസ്പർശിയായിട്ട് ദൈവത്തിൻ്റെ പ്രമാണമായിട്ട് നീ ഉടമ്പടി എടുത്ത ബന്ധമാണത്. അത് ആക്ടിവേറ്റ് ചെയ്യണത് വിശ്വാസ പ്രമാണത്തിലാണ് ആക്ടിവേറ്റ് ചെയ്യണത്. അത് ഏത് കാലത്തും അത് വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഉടമ്പടി കാശ് രൂപ മിസ്സാകരുത്, ട്രാൻസ്ഫർ ചെയ്യരുതെന്ന് പറയും. കാര്യം ട്രാൻസ്ഫർ ചെയ്യാൻ മറ്റവർക്ക് അർഹതയില്ല. നിൻ്റെ മകളാണ്, അവർ യാത്രയാണ്, ഉടമ്പടി കാശിന് നീ കൊടുക്കരുത്. കാരണം അവർക്കത് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ അത് പിടിക്കാനുള്ള അർഹത അവക്കില്ല. അതതിൻ്റെ സംഭവം. പിന്നെ ഉടമ്പടി കാശിന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ഇൻ കേസ് ചിലർക്ക് നഷ്ടപ്പെട്ടു പോരെ, അപ്പോൾ പണ്ടത് ഞങ്ങൾ അഡ്മയർ ചെയ്യുമായിരുന്നു, ഇപ്പം അത് വിശ്വസിക്കുന്നില്ല. കാര്യം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ പറയും ഇനി നിങ്ങൾക്ക് ഉടമ്പടി കാശുമില്ല, നിങ്ങൾക്കത് കാശ് വരാതെ തുടരാൻ പറ്റും, പക്ഷേ കാശ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഉടമ്പടി എടുക്കാൻ പറയും. എന്താ കാര്യം? ആ ഉടമ്പടി കാശ് രൂപമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള മർമ്മം എന്ന് പറയുന്നത്, ഉടമ്പടി തൈലവും. അപ്പോൾ അത് ഈ വിഷയം രണ്ടും വേറെ കിട്ടത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഉടമ്പടി തൈലം നിനക്ക് പാസ് ചെയ്യാമൊക്കെ പറ്റും, ആൾക്കാർക്ക് കൊടുക്കുക. നിനക്ക് ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിനക്ക് ആൾക്കാർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാര്യം നീയല്ലേ ഉടമ്പടി എടുത്തിരിക്കണത്. കൊടുത്തുവിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമാത്രം വർക്കൗട്ട് ചെയ്യുന്ന അറിയത്തില്ല. കാര്യം ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത് ഉടമ്പടി ബേസ്ഡിലാണ് വർക്ക് ചെയ്യണത്. നീ ദൈവം എടുത്തിട്ടുള്ള നീ ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ നിനക്കുള്ള കപ്പാസിറ്റി, കവനൻ്റ് കപ്പാസിറ്റി ഉണ്ട്. ആ കവനൻ്റ് കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരെ അതെങ്ങനെ യൂസ് ചെയ്യണം നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിനക്കിപ്പോൾ നിന്റെ രോഗികളെ കാണാം, നിനക്ക് അപ്ലൈ ചെയ്യാം. കാരണം നീ കർത്താവിൻ്റെ ഉടമ്പടിയിലുള്ള ആളാണ്. ഉടമ്പടി ഉണ്ടെന്ന് പറഞ്ഞ സ്റ്റാറ്റസാണ് ശരിക്കും പറഞ്ഞാൽ. ക്രിസ്ത്യൻ സ്റ്റാറ്റസിലെ ഏറ്റവും പോപ്പുലർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു സാക്രമെൻ്റ് സ്റ്റാറ്റസിനേക്കാൾ സാക്രമെൻ്റ് സ്റ്റാറ്റസ് ഒരു പ്രത്യേക ദൈവ വിളിക്ക് വേണ്ടിയുള്ളതാണ് സാക്രമെൻ്റ് സ്റ്റാറ്റസ്. ഉടമ്പടിയിലുള്ള കവനൻ്റ് സ്റ്റാറ്റസ് ഒരു പ്രത്യേക വിളിക്കല്ല, എല്ലാ വിളിയെയും സ്പർശിക്കുന്നതാണ്, എല്ലാ സാഹചര്യങ്ങളെയും സ്പർശിക്കുന്നതാണ്, എല്ലാ സിറ്റുവേഷനിലും നീ അനുഭവിക്കുന്ന സങ്കടങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതാണ് കവനൻ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റാറ്റസ് പോകാതിരിക്കാൻ വേണ്ടി 2 ആഴ്ചയിൽ ഒരിക്കൽ നീ കുമ്പസാരിക്കണം എന്നൊക്കെ പറയും. കാര്യം 2ാമത്തെ ആഴ്ച നീ നിൻ്റെ കാരുണ്യ പ്രവൃത്തികളിലും അപ്പോസ്തല പ്രവൃത്തികളിലും നീ വളരെ ഫ്രഷ് ആയിരിക്കണമെന്ന് പറയും. അപ്പോസ്തല പ്രവർത്തനം കാരുണ്യ പ്രവൃത്തിയും ഉടമ്പടിയിൽ ഒരാളെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണതിന് സഹായിക്കും. അവൻ്റെ ഉടമ്പടി കൃപാപരമില്ലേ, അതിൻ്റെ നിലനിൽപ്പ് സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. നമ്മളതിനെ സുവിശേഷ വേല എന്നൊക്കെ പറയും. പത്രം കൊടുക്കണില്ലേ, അത് അപ്പോസ്തല പ്രവർത്തനം. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാടാത്ത കൊണ്ടാണ് 10,000 മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കൈമാറുന്നത്. പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് പത്രം മേടിച്ച് കൊടുക്കും. നമുക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, പ്രസംഗിക്കണമെങ്കിലും അതേപോലെ പ്രസംഗിക്കാൻ അറിയാവുന്നവർക്ക് നല്ലതാണ്. ചിലർ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്, ചിലർ പത്രം കൊടുക്കും, പ്രസംഗിക്കുകയും ചെയ്യും, അവരോട് സംസാരിക്കുകയും ചെയ്യും. അതാണ് അപ്പോസ്തല പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനം നീ പത്രം കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ തെരേസിക്കുട്ടിയുടെ സാക്ഷ്യം അതാണ്. വയനാടത്തെ മാനന്തവാടി കത്തിൽ രൂപ കരുതിയ തെരേസിക്കുട്ടി പറയണത്, ഞാൻ കല്യാണം ക്ഷണിക്കാൻ പോയപ്പോൾ പോലും കല്യാണക്കുറിയുടെ കൂടെ അത്രയും തന്നെ പത്രം കൊണ്ടുപോയി എന്നാണ് പറയണം. കല്യാണക്കുറി കൊടുക്കണ വീട്ടിലെല്ലാം പത്രം കൊടുത്തിട്ട് സംസാരിക്കും ഞാൻ അവരോട്. പോരെ, കല്യാണം ക്ഷണിക്കാൻ പോവുകയാണേ, ആൾക്കാർ എന്തുമാത്രം മാറ്റമാണ് മാറണമെന്ന് നോക്കിയേ. കല്യാണക്കുറിയുടെ കൂടെ പത്രം കൂടി കൊടുക്കും. ഇതിന് പത്രം കൊടുത്തിട്ട് ഞാൻ മകളുടെ കല്യാണമല്ല പറയണത്, അത് നിങ്ങൾ വരണം തീർച്ചയായിട്ടും. പിന്നെ പറയണത് എന്താണ്? ഉടമ്പടിയെക്കുറിച്ചാണ് പറയണത്. കല്യാണം ക്ഷണിക്കാൻ പോണ അമ്മ, മകൻ്റെ കല്യാണം ക്ഷണിക്കാൻ പോകുന്ന അമ്മ ക്ഷണിക്കണ വീട്ടിൽ ഉടമ്പടിയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയണമെങ്കിൽ അതിൻ്റെ പേരാണ് അപ്പോസ്തല പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ അപ്പോസ്തല പ്രവർത്തനവും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളും, ഈ 2 കാര്യം സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്താലേ, അതിൻ്റെ തൽസ്ഥിതി നിലനിർത്തിയെടുത്താലേ നിങ്ങൾ കവനൻ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ കവനൻ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ തൊട്ടതെല്ലാം പൊന്നാകുമെന്ന് പറയത്തില്ലേ, അതുപോലുള്ള അനുഭവമാണ്. കാര്യം ഉടമ്പടിക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ദൈവം നിങ്ങളതിൻ്റെ ഫോർമുല കറക്റ്റ് ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയെല്ലാം കൃപ ഒഴുകിക്കൊണ്ടിരിക്കും. കാര്യം എന്താണ്? ദൈവം വിശ്വസ്തനും സത്യസന്ധനുമായതുകൊണ്ട് നിങ്ങൾ സത്യത്തിലാണ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രോഡ് കളിക്കരുത്. കാര്യം നിങ്ങൾ ഫ്രോഡ് കളിക്കുന്നത് വെച്ചാൽ 90 ദിവസം വരെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാം. 90 ദിവസം കഴിയുമ്പോൾ വല്ല പഴയ അവസ്ഥയിലേക്ക് പിരിയാവുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എടുക്കണമെങ്കിൽ ദൈവത്തിന് അറിയാമല്ലോ, ഇത് ചുമ്മാ കാര്യം കാണാൻ വേണ്ടി വയറ്റിപ്പഴപ്പിന് വേണ്ടി ചുമ്മാ ഉടുത്ത് കെട്ടി പണ്ടാരെ ഇറങ്ങിയിരിക്കണമെന്ന് അറിയാമല്ലോ ദൈവത്തിന്. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കർത്താവേ, ഉടമ്പടി തന്നെ ആ അരൂപിച്ച് ജീവിക്കാൻ സഹായിക്കുന്നത് പ്രാർത്ഥിക്കണം. പിന്നെ ഇതൊന്നും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വേറൊരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാവോ?
ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ, പെട്രോൾ കത്തണ പോലെ കത്തണമെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താണ്? അതൊരു വരി പ്രാർത്ഥനയേ ഉള്ളൂ. ഒരു വരി പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഉടമ്പടി പെട്രോൾ പോലെ കത്തും. എന്ത് പ്രാർത്ഥനയാണത്? അമ്മേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. തീർന്ന്. ദിസ് ഓവർ. എല്ലാം അതിനകത്തുണ്ട്. ഒറ്റ പ്രാർത്ഥന. ഞാനിവിടെയൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നീ ഓപ്പറേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ നീ പ്രസവിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് പേറ്റുന്നോ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നീ വായ തുറച്ചു, അമ്മേ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. തീർന്ന്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കൺസൈസ് രൂപമാണ്. അതിലിങ്ങനെ നമ്മൾ അതിൻ്റെ എന്താണ് കാച്ചി കുറുക്കി അതിൻ്റെ സത്ത് കടഞ്ഞെടുത്തിട്ട് എടുക്കുന്ന സംഭവമാണ് ക്യാപ്സ്യൂള്. എന്താണ്? ഒരു ക്യാപ്സ്യൂൾ പ്രയറാണ്. കവനൻ്റെ ക്യാപ്സ്യൂൾ പ്രയർ. എന്താണ്? പറഞ്ഞേ, അമ്മേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. ഇതൊരു 10 പ്രാവശ്യം നിനക്കൊരു ദിവസം പറയാൻ ഇടയായി കഴിഞ്ഞാൽ നിന്റെ കവനൻറ്റിലെ ബയോളജിക്കൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. സാങ്കേതിക ജ്ഞാനമല്ല, സാങ്കേതിക റിലേഷൻ, ടെക്നിക്കൽ റിലേഷനുണ്ട്. പല ആൾക്കാർക്കും ഉടമ്പടിയുമായിട്ടുള്ള ടെക്നിക്കൽ റിലേഷനാണ്. ടെക്നിക്കൽ റിലേഷനിൽ അതിൻ്റെ ഒരു വരണ്ട കാലാവസ്ഥയിലാണ് ഈ സാധനം വർക്കൗട്ട് ചെയ്യണത്. ഇപ്പം തെങ്ങ് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങ നോക്കുമ്പോൾ തേങ്ങയുണ്ട്, തേങ്ങ ഉണ്ടെന്ന് പറയാൻ പറ്റും. എത്ര വെള്ളക്കാ പൊട്ടിയതായിരിക്കും? 50 വെള്ളക്കാ പൊട്ടി. എത്ര തേങ്ങയുണ്ട്? 4 തേങ്ങയുണ്ട്. പോരെ? അതാണ് പ്രശ്നം. തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. സാങ്കേതികമാണ്. ഭൂമിയിലിങ്ങനെ ആ സംഭവം, ആ തെങ്ങെന്ന് പറഞ്ഞ സാധനം ഭൂമിയിൽ ഉറച്ചു നിൽക്കണ കാരണം 4 തേങ്ങയുണ്ട്. പക്ഷേ വെള്ളക്കാത്തിലാണ് പൊട്ടിയിരിക്കണത്. 50 വെള്ളക്കാ പൊട്ടിയിട്ടാണ് 4 തേങ്ങയുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഒരു 10-20 തേങ്ങ പിടിക്കേണ്ടതാണത്. നല്ല വിളക്കൂറുള്ള മണ്ണിലാണ് ആ തെങ്ങ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇത്തിരി വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ ഒരു 10-20 തേങ്ങ കിട്ടേണ്ട സംഭവത്തിൽ 4 തേങ്ങയാണ്. എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി ഈ വ്യത്യാസം വന്നത്? എല്ലാവരും എടുത്തിരിക്കുന്ന ഉടമ്പടിയാണ്. ചിലത് 4 തേങ്ങ, ചിലത് 8 തേങ്ങ, ചിലത് 12 തേങ്ങ, ഇങ്ങനെ കിടക്കണം. ഈ വ്യത്യാസം വരാൻ കാരണം എന്താണ്? അതിന് കാരണം ചെയ്വനയുടെ രീതികളാണ്. ബൈബിളിൽ 3 തരം ചെയ്വനയുണ്ട്. ചെയ്വന എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യുന്ന രീതികൾ. അവൻ പറയണ പോലെ ചെയ്യണമാണല്ലോ ഉടമ്പടി. പക്ഷെ അവൻ പറയണ പോലെ എല്ലാവരും ചെയ്യണില്ല. ചിലർ ചെയ്യണം. ഇപ്പോൾ ബൈബിളിൽ 3 തരം ചെയ്ത്താണ് ഉള്ളത്. ഒരു ചെയ്ത്ത് എന്താണ്? ഒരു ചെയ്തെന്ന് പറയണത് മത്തായിയുടെ സുവിശേഷം 25:18 ഒരു ചെയ്ത്തുള്ളത്. അതെന്ത് ചെയ്ത്താണത്? അവന് കിട്ടിയ നാണയം, താലന്ത് അവൻ കൊണ്ടേ കുഴിച്ചിട്ടിട്ട് വെറുതെ ഇരിക്കും. ചില ഉടമ്പടി എടുത്ത് വെറുതെ ഇരിക്കുന്ന ആൾക്കാരില്ലേ? അതാ സംഭവം. അത് വായിച്ചെന്ന് വായിച്ചാൽ ഒന്ന് മത്തായിയുടെ സുവിശേഷം എടുത്തേ. മത്തായി 25:18. എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. അതാണ് അവൻ. അപ്പം അതിന് മൊത്തം വായിച്ചതൊക്കെ മനസ്സിലാകത്തുള്ളത്. മൊത്തം ഒന്ന് വായിച്ചത് മത്തായി ശ്രീകളുടെ സുവിശേഷം 25:14 മുതലുള്ള. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞേ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. അപ്പൊ ഇങ്ങനെ ഒരു രീതിയുണ്ട്. ഉടമ്പടി എടുക്കാം, പക്ഷെ ഉടമ്പടി മറച്ചു വെക്കും ആൾക്കാർ. വീട്ടുകാർ പോലും അറിയത്തില്ല ഒരു ഉടമ്പടി എടുത്തതാണെന്ന്. നമ്മൾ ഉടമ്പടി എടുക്കും, പക്ഷേ വീട്ടുകാർക്ക് പോലും അറിയാൻ പറ്റത്തില്ല ഉടമ്പടി എടുത്താണോ ഇല്ല എന്ന്. കാര്യം വീട്ടുകാർ ഉടമ്പടി എടുത്തതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അളിയാൻ വരുമ്പോൾ വല്ല വീശിക വരികയും ചെയ്താൽ വീട്ടുകാരെ പിടിക്കുക, നീ ഉടമ്പടി എടുത്തതല്ലേ, എന്തിനാണ് പോക്കൃത്തരം കാണിക്കണമെന്ന് ചോദിക്കും. അതുകൊണ്ട് പറ്റിപ്പുകാർ ഉടമ്പടി പുറത്ത് പറയത്തില്ല, മറച്ചു വെക്കും. അതാണ് 25:18. ഒരു താലന്ത് ലഭിച്ചവ വന്നിട്ട് അത് മറച്ചു വെച്ചു. ഉടമ്പടി മറ്റുള്ളവരെ അറിയാതെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് മറച്ചു വെപ്പുകാരെന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെയാണെന്ന് ചിന്തിക്കണം കേട്ടോ, പണി കിട്ടേ.